ഇത് എൻ്റെ ഒരു കൊച്ചനീനാണ്, അനു കല്യാണി. ഇവൻ ആംബുലൻസ് ഡ്രൈവറാണ്. ആംബുലൻസ് ഡ്രൈവറല്ല, ആംബുലൻസ് ഓണറാണ്. 3-4 ആംബുലൻസൊക്കെ ഉണ്ട്. നല്ല മിടുക്കനാണ്. നല്ല ശുഷ്കാന്തി ഉള്ളത്, ശുഷ്കാന്തി. എന്തിനും ഏതിനും നല്ല ശുഷ്കാന്തിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി എന്താ ശുഷ്കാന്തി എന്നുള്ളത്. അവന് നാൻ വരുന്നോടാ, നാൻ വരുന്നു. നല്ല ശുഷ്കാന്തിയാണ്. ശുഷ്കാന്തി ഇഷ്ടപ്പെടുന്നവർ ഇവനെ വന്ന് കണ്ടാൽ മതി. പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം നാട് കോന്നിയിലുള്ള ചെങ്ങറ ചെമ്മാനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഈ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മൾ പൈസ കളയാതെ നമ്മുടെ സ്വന്തം വീടിനടുത്തുള്ള നല്ല ഉഗ്ര സ്ഥലം. താഴെ ഒരു നല്ല വെള്ളച്ചാട്ടമുണ്ട്, ചെങ്ങറ അല്ലേ? ചെങ്ങറ വെള്ളച്ചാട്ടം. അതിന് വേറൊരു പേരാണ് പറയുന്നത്, അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ഉഗ്ര സാധനമാണ്. ഞങ്ങൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. ഇവിടെ കുറച്ച് നേരമൊക്കെ വൈകുന്നേരം രാത്രി വരെ ഇവിടെ നിൽക്കും. ഇവിടെ സന്ധ്യാനേരം നല്ല സന്തോഷകരമാണ്. ഇതുണ്ടോ, കൈതക്കാടുകൾ, കൈതത്തോട്ടം. ഇവിടുന്ന് കൈതച്ചക്ക പറിച്ചാൽ തൊഴിയും വാങ്ങിക്കും. കൈതച്ചക്കയൊക്കെ പറിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നമ്മളെ ലോഡ് കണക്കിനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഒരെണ്ണമൊക്കെ പറിക്കാം, അവരൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെ കല്യാണി, നിൻ്റെ ജീവിതത്തെ പറ്റി നീ ഒരു കാര്യം എന്തുവാണ്, നമ്മൾ സന്തോഷമായിട്ട് അങ്ങ് പോവില്ലേ? അല്ല, എന്തൊക്കെ നിൻ്റെ ജീവിതത്തിന് നിൻ്റെ അച്ചീവ്മെൻ്റ് ഒക്കെ എന്തൊക്കെയാണ്? എന്തോ അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് ജീവിതത്തിൽ? നമ്മളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന് നമ്മൾ പിന്നെ വീട് വെച്ചു, വസ്തു വാങ്ങിച്ചു, പിന്നെ സന്തോഷമായിട്ട് പോകുന്നു. എല്ലാം കൊണ്ടും ഹാപ്പി സന്തോഷകരമായിട്ട്. ഇപ്പം നാളെ അങ്ങ് ചത്തുപോയാൽ തിരിച്ചെനിക്ക് ചിന്തിക്കാനൊന്നുമില്ല. അല്ല, ചത്തുപോയാൽ പിന്നെ ചിന്തിക്കാനൊന്നും പറ്റില്ല. ഒന്നും അല്ല, ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. ചത്തുപോയി ഇതുവരെ അത്രേ ഉള്ളൂ. ഇതുവരെ ദൈവം ഭംഗിയായിട്ട് നടത്തി, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ദൈവം പ്രകൃതിയൊക്കെ തീർച്ചയായിട്ടും. അങ്ങനെ ഇത്രയും കാലം ജീവിതം നമ്മൾ ആസ്വദിച്ചു പോയി സന്തോഷമായിട്ട്. അത്രേ ഉള്ളൂ. നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പം ഒരു നഷ്ടവും ഇല്ല. നിനക്കിപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 41 വയസ്സായി. ഇവന് 41, എനിക്ക് 40. അണ്ണന് 32. 32. വീഡിയോ എടുക്കുന്ന സുഹിത്ത് കാഞ്ഞിരപ്പാറ. അവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ആള് പുതിയ കേട്ടോ. അവൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒരു കാച്ചിയതാ. അവൻ ഉഗ്ര ആളാ. എൻ്റെ ആംബുലൻസ് ഓടിക്കുന്ന നമ്മളെ ഇറക്കനാ. ആംബുലൻസ് ഡ്രൈവർ എന്നൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ സഹോദരൻ. പൊളിയാ, ആത്മാർത്ഥമുള്ളവനാ. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാറുകളൊക്കെ ഇങ്ങനെ വരും. അവരൊക്കെ ഇങ്ങനെ സ്ഥലം കാണാൻ വേണ്ടി. നമ്മളെ വെള്ളച്ചാട്ടം കാണിച്ചില്ല, കാണിക്കും, അടുത്ത വീഡിയോയിൽ കാണിക്കും. സുജിത്ത് കാഞ്ഞിരപ്പാറ. നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവാ. അതെ, ചെമ്മാനി വെള്ളച്ചാട്ടം. ചെങ്ങറ. കാശം നോക്കിയത് മൊത്തം ഞങ്ങളങ്ങ് വാങ്ങിക്കും. ഇല്ല, മണ്ണെടുത്തോ, അന്ന് കാണിച്ച്. ആ മണ്ണെടുത്തോ ഞങ്ങളങ്ങ് വാങ്ങിച്ചു കേട്ടോ. മണ്ണെടുത്ത പിന്നെ ഇവരുടെ തന്തയുടെ വകയാ. ഞങ്ങൾ അണ്ടിക്കൃഷി തുടങ്ങുവാണ്. ഇത് ഹാരിസൺ മലയാളം പ്ലാന്റേഷനാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഇതാണ്. നീ കാർ ലോക്ക് ചെയ്തോ. കാർ ലോക്കില്ല. ഇവൻ്റെ അതിനകത്തൊക്കെ ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇരിപ്പുണ്ട്. നമ്മൾ മിനിഞ്ഞാന്ന് കൈക്കൂലി കിട്ടിയ 1 കോടി രൂപ ഇരിക്കും അതിനകത്ത്. കൈക്കൂലിയോ? ഫീസ് അങ്ങനെ കൈക്കൂലി അങ്ങനെ ഫീസ്. അല്ല, വക്കീലിന് കൈക്കൂലി ഇടാ, ഫീസാടാ കോട്ടാ. അതല്ലേ? കൈക്കൂലി ഇടാ, കൈക്കൂലി. നമുക്ക് കേസൊന്നും ഇല്ലാത്തോണ്ടേ കൈക്കൂലി ആണോ ഫീസാണോ? എത്ര കേസ് ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ 2 പീഡന കേസ്. പീഡന കേസൊന്നും അല്ല, അടിപിടി കേസൊക്കെ നടത്തിയിട്ടില്ലോ. പിന്നെ എൻ്റെ അടിപിടി കേസൊക്കെ ഞാൻ നടത്തിയ. എത്ര എണ്ണം? പിന്നെ 107 പ്രതിയാ. 107. അതായത് പാവം പിടിച്ച് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തി. അടുത്ത കാപ്പ എടുക്കാനുള്ള ആളാ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, നിലവിൽ എനിക്കൊരു കേസുമില്ല. എല്ലാം തീർന്നു. ഇനി നേരെ തിരിച്ച് അങ്ങോട്ട് പിടിച്ചു. പാവം പിടിച്ച ഗുണ്ട അരുക്കെന്നെയാടി. ഗുണ്ടൻ തന്നെ പറയുന്നതായിരിക്കും തന്നെ.
നിനക്ക് പറഞ്ഞു എന്റെ മരയൊക്കെ ഒന്ന് കാണിച്ചു. എന്തിനാടാ മൂന്നാറ് പോകുന്നത്? ഇല്ല മല, ഇല്ല മല. അടുത്തിട്ട് പോട്ടാ നീ പിമ്മല്ല പിന്നെ ചോന്മാർ ചോന്ന് ചോപ്പൂരി ചുവന്ന് ഇവിടെ തലേ എൻ്റെ കൊതു കടിച്ച് മുഴുവനുണ്ട്. വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാം. അത് ഫ്രണ്ട് വീട്ടിലല്ല, കയറുന്നതുണ്ടല്ലോ ഈ എന്തോ ഈ ഇന്ന ദൈവം ഈ കൈശേരി ഫ്രെയിം റേറ്റ് കൂടുതലാണ് എനിക്ക് പോലും. ഫ്രെയിം റേറ്റ് ബ്ലർ ആവത്തില്ല. പ്ലാന്റേഷൻ്റെ വണ്ടികളെ കയറ്റി കൊടുത്തുള്ളൂ ആയിരിക്കും. വരില്ലേ ഏറ്റവും അടുത്ത് ഇതിലെയാന്ന് തോന്നുന്നു. ഇതിലേ ഇതായിരിക്കും. എന്നാരും ചീത്ത വിളിക്കരുത്. അവിടെ നല്ല സൗണ്ട് കേൾക്കണം. അതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ, വളരെ ദുഷ്കരമായ വഴിയാണ്. ഇത് കറണ്ട് വരുന്നത് ഇത് തന്നെയല്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി സോളാർ കണക്ട് ചെയ്യുന്നത്. അതെയാണോ അത് കാണാൻ ചെയ്തത്? അതെ സ്റ്റിക്ക് എടുത്തോണ്ടല്ലേ കൈയാണോ? പെണ്ണുങ്ങളുണ്ട്, വീഡിയോ എടുക്കണം. പെണ്ണുങ്ങളുണ്ട്. ആയിട്ട് ജോജി വിളിക്കുന്നു. കോള്
ആ എഡിറ്റ് ചെയ്യാൻ മോന്റെ പേര് പറ. മായാവി ഒറിജിനൽ പേര് പറ. അഖിൽജിത്ത്. അഖിൽജിത്ത്. മോന്റെ ആനന്ദു. വിവേക് മലയാളിപ്പുഴ. വിവേക് മലയാളിപ്പുഴ. കല്യാണി ഇളകളു. KJ പത്തനംതിട്ട. അങ്ങനെ ചെങ്കരയിൽ പോയി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു. ഒരു രണ്ടാം ശനിയാഴ്ച വളരെ മനോഹരമായിരുന്നു. നല്ല സുഖകരമായി കുളിയൊക്കെ നടത്തി അർമാദിച്ചു. ഒട്ടും കാശ് ചെലവില്ല. അതാണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ ഇവിടെ അധികം ആൾക്കാരില്ല. ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. താഴത്തെ ഉഗ്രൻ